എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി പ്രിലിംസിന്റെ 3 ഘട്ടങ്ങളും കഴിഞ്ഞായിരുന്നു. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം. എന്നായിരിക്കും മെയിൻസ് എക്സാം നടക്കാൻ പോകുന്ന, കട്ട് ഓഫ് എത്ര വരും, എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഈ സെഷനിൽ മനസ്സിലാക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പൊ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും മികച്ചത് മാത്രം കിട്ടിയിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾ മിസ്സാക്കത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാം. മാത്രമല്ല ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. സോ ഡിഗ്രി പ്രിലിംസ് റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം. മക്കളെ നോക്കിയിടത് ഈ കാണുന്നത് കേരള PSCയുടെ 2026 എക്സാം കലണ്ടറാണ്. ടെന്റേറ്റീവ് എക്സാം കലണ്ടറാണ്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എന്നാണ് പ്രിലിംസ് ഡേറ്റ്, എന്നാണ് മെയിൻസ് ഡേറ്റ്, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻസിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഡിഗ്രി മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ഓൾറെഡി ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം നമുക്ക് എക്സാം പ്രതീക്ഷിക്കേണ്ട. സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഉറപ്പായിട്ടും എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കും. കാരണം ഡിഗ്രി പ്രിലിംസ് കോമൺ ആണ്. അതായത് ഇപ്പൊ വന്നേക്കുന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും കൂടെ ചേർത്തിട്ട് കോമൺ പ്രിലിംസ് ആണ്. പക്ഷേ മെയിൻസ് അങ്ങനെയല്ല. മെയിൻസ് ഓരോ എക്സാമും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അങ്ങനെ ഓരോ എക്സാമും സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണം. അതും 2 മാസം കൊണ്ട് തന്നെ അവർക്ക് കണ്ടക്ട് ചെയ്ത് തീർക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും സെപ്റ്റംബർ മാസം ആകുമ്പോൾ മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇനി അത് കഴിഞ്ഞ പ്രിലിംസിന്റെ റിസൾട്ട് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജൂൺ 6 എക്സാം കംപ്ലീറ്റ് ചെയ്തു. ഒരു മാസം, അതായത് ജൂലൈ മാസം ആകുമ്പോൾ നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. ജൂലൈ എപ്പോൾ വേണം നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ജൂൺ അവസാനമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ജൂൺ അവസാനം മുതൽ ജൂലൈ മാസത്തിൽ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മെയിൻസ് എക്സാം എപ്പോൾ നടക്കും? സെപ്റ്റംബർ മാസം ആകുമ്പോൾ മെയിൻസ് എക്സാം നടക്കും. അവിടെ ശ്രദ്ധിക്കുക, പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത്, സാധ്യതാ ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്ന 2 നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. ഇത് രണ്ടും ആദ്യമേ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഴയ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് നടക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസമാകുമ്പോൾ പ്രധാനപ്പെട്ട എക്സാം ആയ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാം എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു, റിസൾട്ട് നമുക്ക് ജൂലൈ ആദ്യം പ്രതീക്ഷിക്കാം. ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് എത്ര ദിവസം കിടപ്പുണ്ട്? നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് 90 ദിവസം കിടപ്പുണ്ട്. ഇനി എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത? എത്ര മാർക്കിന് മുകളിലുള്ളവർ പഠിച്ചു തുടങ്ങണം? ഒരു ഡൗട്ടാണ് അല്ലെ? എല്ലാവരുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എനിക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ പ്രിലിംസിന്റെ ലിസ്റ്റിനകത്തൊക്കെ വരും. നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടന്നത്. മെയ് 2, മെയ് 16, അതേപോലെ ജൂൺ 6. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 നോക്കുകയാണെങ്കിൽ ഇപ്പം 3 സ്റ്റേജ് ആയിട്ട് കണ്ടക്ട് ചെയ്തു. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഇതിനകത്ത് ഏറ്റവും ടഫായിട്ട് വരുന്നത് സ്റ്റേജ് 2 ആണ്. അപ്പൊ എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ താഴെ വരും. കാര്യം എല്ലാവർക്കും അവരെഴുതിയ എക്സാം ആണ് ഏറ്റവും പാട്. ഇപ്പൊ ഞാനൊരു എക്സാം എഴുതാൻ പോയാലും ഏറ്റവും പാടുള്ള എക്സാം ആ സ്റ്റേജ് എന്റെ സ്റ്റേജ്, അങ്ങനെ ഞാൻ വിചാരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പാടുള്ളത് ഡിഗ്രി സ്റ്റേജ് 2 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരുന്നത് സ്റ്റേജ് 1, കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരുന്നത് സ്റ്റേജ് 3 ആണ്. പക്ഷെ ഇവിടെ നോർമലൈസേഷനിൽ ഒരു വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 2, 3, 4 മാർക്കിന്റെ ഒക്കെ ഒരു വ്യത്യാസം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരത്തുള്ളൂ. ഓക്കെ, ഇനി എത്ര കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം? നല്ല ക്വസ്റ്റ്യൻ ആണ്. എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം? അപ്പൊ ഈ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എക്സാം ഡിഫിക്കൽട്ടിയാണ്. ഫസ്റ്റ് കിടപ്പുണ്ട് എക്സാം ഡിഫിക്കൽട്ടി. അപ്പൊ ഞാൻ നേരത്തെ ഡിഫിക്കൽട്ടിയുടെ കേസ് പറഞ്ഞായിരുന്നു. സ്റ്റേജ് 2 ഇച്ചിരി നല്ല പാടായിരുന്നു. സ്റ്റേജ് 1 ഓക്കെ, കുഴപ്പമില്ല നല്ല, ഇതെല്ലാം പാട് തന്നെയാണ്, തമ്മിൽ ഭേദം തോന്നും, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. സ്റ്റേജ് 3 ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടെ, ഒരുപാടൊന്നുമില്ല, ഒരല്പം കൂടെ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാടുള്ള എക്സാമാണ്. 3 ഫേസും പാടുള്ള എക്സാം തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് സമയം എടുത്തുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടഫ്നെസ് നോക്കുകയാണെങ്കിൽ നല്ല പാടുള്ള എക്സാം ആണ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് വേക്കൻസി. മക്കളെ, വേക്കൻസിയാണ് കട്ട് ഓഫ് കുറയാനുള്ള ഏറ്റവും വലിയ ഒരു സ്കെയിൽ എന്ന് പറയാം. കാര്യം, ഞാനിപ്പോൾ ഓരോ എക്സാം എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കാം. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചില്ലറയൊന്നുമല്ല വേക്കൻസി വരുന്നത്. 4000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 4000-ഓളം നിയമനങ്ങൾ.
ഇതിന്റെ ലിസ്റ്റിനകത്ത് 50,000 ആൾക്കാരെ നമുക്ക് ലിസ്റ്റിനകത്ത് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രിലിംസിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 50,000-ഓളം ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 250 to 300 അഡ്വൈസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 38,000-ഓളം ആൾക്കാർ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കാം, ആകെ 3,95,000 ആൾക്കാരാണ് എക്സാമിന് അപ്ലൈ ചെയ്തത്. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 4 ലക്ഷം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ 3,95,000 ആൾക്കാർ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫാക്ട്, എക്സാം എഴുതിയ ആൾക്കാർ കുറവാണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോയി, എത്ര പേര് ക്ലാസ്സിലുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? പകുതി ആൾക്കാർ. ഇപ്പൊ തേർഡ് ഫേസ് ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസ്സിനകത്തൊക്കെ 8-9 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഫേസും കുറവാണ്, സെക്കൻഡ് ഫേസും കുറവാണ്. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു 2 ലക്ഷത്തിനും 2.25 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാരാണ് എക്സാം എഴുതിയേക്കുന്നത്. 2 ലക്ഷത്തിനും 2.25 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ എക്സാം എഴുതി. അതിനകത്ത് 50,000-ഓളം ആൾക്കാർ ലിസ്റ്റിനകത്ത് വരണം, പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് വരണം. ഇതിനകത്ത് എത്ര പേര് പഠിച്ചിട്ട് പോക്കാണ്? ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര പേരായിരിക്കും പഠിച്ചിട്ട് പോകുന്നത്? കുറവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ, പഠിച്ചിട്ട് പോയ എല്ലാവരും ലിസ്റ്റിനകത്ത് ഉൾപ്പെടണം. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് താഴും, നല്ല താഴും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി അത് കഴിഞ്ഞ് അടുത്ത ഫാക്ടർ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ റാങ്ക് ലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയൊരു ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ ആകുമ്പോൾ ഒരു 10-50,000 ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ഇതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടർ ഉണ്ട്, ഡിലീഷൻ. ഈ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇതിനു മുമ്പ് നടന്ന ഡിഗ്രി പ്രിലിംസിന് 16 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 16 ക്വസ്റ്റ്യൻസ്. അത് നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് ഡിലീറ്റ് ചെയ്തത്. 8 ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിട്ട് ഒരു ഡിലീഷൻ നടക്കുന്നതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എത്രത്തോളം വരും നമുക്ക് നോക്കാം. കാര്യം പ്രൊഫഷണൽ ആൻസറിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ഡിലീഷൻ നടക്കുന്നത് പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദെൻ ഗെയിം മൊത്തം മാറും. അപ്പോ ഡിലീഷനും സ്വാധീനിക്കാവുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ മനസ്സിലാക്കുക, എന്റെ ഒരു അനാലിസിസ് അനുസരിച്ചാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു 38+ അല്ലെങ്കിൽ ഒരു 37+ ഒക്കെ സാധ്യതയുണ്ട്. മേ ബി ചിലപ്പോൾ ഒരു 2-3 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് വരാം. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റൊന്നുമില്ല. ഒരു 38+ ആണോ, ഒരു 39+ ആണോ? ഒരു 39+ ആണെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കട്ട് ഓഫ് വീഡിയോയിൽ പറഞ്ഞത് ഒരു 42 to 50 ഒക്കെ ആയിരിക്കും ഇതെന്നാണ്. പക്ഷെ വീണ്ടും അനലൈസ് ചെയ്ത് വന്നപ്പോൾ ഒരു 40+ ആണെങ്കിൽ, ഒരു 39+ ആണെങ്കിൽ, 38+ ആണെങ്കിൽ, 37+ ആണെങ്കിലൊക്കെ സാധ്യത ഉണ്ട്. ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 5 മാർക്ക്, മൈനസ് വരത്തില്ല, ഒരു പ്ലസ് 5 മാർക്ക്, ആ സ്കെയിലായിരിക്കും എപ്പോഴും നിൽക്കാൻ പോകുന്നത്. അതിനുശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 200-250 അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ. ഒരു 45+ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4,000-ഓളം നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ട് ഓഫ് താഴ്ത്തി പറഞ്ഞത്. ഇനി സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു 43+. അത് കഴിഞ്ഞ് അടുത്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ 20, 25, 30 അത്രയൊക്കെ അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ. നമുക്കൊരു 57+ ഒക്കെ നമുക്ക് അവിടെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. പക്ഷേ എല്ലാവർക്കും കാത്തിരിക്കുന്ന ഒരൊറ്റ എക്സാമാണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. സോ ഒരു 38+ നിങ്ങൾക്കുണ്ടോ, 37+ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ആ റേഞ്ച് നിങ്ങൾക്കുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോ. നിങ്ങളെ മെയിൻസിലുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 90 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് സെപ്റ്റംബർ മാസം എക്സാം നടക്കുകയാണെങ്കിൽ, നിങ്ങളെ സെപ്റ്റംബർ മാസം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 10 ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ സംസാരിക്കുന്നത് ജൂൺ 11-നാണ്. പക്ഷെ ജൂൺ 11 രാത്രിയാണ്. ജൂൺ 12 രാവിലെ വീഡിയോ അപ്പാവത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിൽ ഈ മാസം 18 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം ഒരു 30 ദിവസം, അടുത്ത മാസം ഒരു 30 ദിവസം, അപ്പൊ തന്നെ എത്രയായി? ഏതാണ്ട് 78 ദിവസമായി. അടുത്ത മാസം ഒരു 12 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, ഏതാണ്ട് 90ഓളം ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. 90 ദിവസങ്ങൾ. മക്കളെ, ഈ കഴിഞ്ഞ സൂപ്പർ നോട്ട്സിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം റിസൾട്ട് നമുക്കാണ്. നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് നമ്മുടെ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് അവർ റാങ്ക് അടിച്ചു. അതിൽ ഭൂരിഭാഗം ആൾക്കാർ പ്രിലിംസിന്റെ മാർക്ക് കുറഞ്ഞിട്ട് മെയിൻസിന് നന്നായിട്ട് കയറ്റിയ ആൾക്കാരും, അവരുടെ മെയിൻസ് ആണ് ഏറ്റവും നന്നായിട്ട് അവർ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി 90 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ സിലബസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കറിയാം ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്യാം. കട്ട് ഓഫ് വരട്ടെ, ഇതിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വരട്ടെ, എന്നതിന് ശേഷം മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയണം. അതായത് 90 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്.
ഈ 90 ദിവസത്തെ ഞാൻ 3ആയിട്ട് തിരിച്ചു. 30 ദിവസം, 30 ദിവസം, 30 ദിവസം, അങ്ങനെ 3ആയിട്ട് തിരിച്ചെന്ന് വെറുതെ സങ്കല്പിച്ചു. അപ്പോൾ റിസൾട്ട് വരാനായിട്ട് എന്തായാലും ഒരു 30 ദിവസം എടുക്കും. ഈ 30 ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങളെക്കാളും 33% എഫിഷ്യൻസി കൂടും. അത്രയും അവൻ പഠിച്ചിരിക്കും. ഇപ്പൊ 33% എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 100-ൽ 33 മാർക്കൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ 10 മാർക്ക് നിങ്ങളെക്കാളും 10 മാർക്ക് അവന് കൂടുതൽ മേടിക്കാൻ പറ്റും. 10 മാർക്ക് മക്കളെ, ഒരു മെയിൻസ് എക്സാമിന് ഒരു മാർക്ക്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, മെയിൻസ് എക്സാമിന് ഒരു മാർക്ക് നിങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് 50 റാങ്ക് എങ്കിലും പ്ലസ് ഓർ മൈനസ് വരും. 50 റാങ്ക്, 50 ഒന്നും അല്ല കേട്ടോ, ചിലപ്പോൾ 100 വരാം. കമ്പനി ബോർഡ് ഓഫ് മേ ബി 100 വരാം. ഈ 100 റാങ്ക് ഒക്കെ മുമ്പിലേക്കോ പുറകിലേക്കോ പോവാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമായി. 100 റാങ്ക് നിയമനം നടക്കണമെങ്കിൽ ചിലപ്പോ 3 മാസം എടുക്കാം, 4 മാസം എടുക്കാം. ഓരോ മാർക്കും നിങ്ങളെ 4 മാസമാണ് പുറകിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇപ്പൊ 3 മാർക്കാണെങ്കിൽ ഒരു വർഷം കളയാൻ പറ്റും. ചിലപ്പോൾ ജോലി കിട്ടാതിരിക്കാൻ വരാം. അപ്പോൾ ഓരോ മാർക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മാർക്കും ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് 100-ലധികം റാങ്കുകളാണ് നിങ്ങളെ മുമ്പിലേക്കും പുറകിലേക്കും മാറ്റാൻ പോകുന്നത്. മകളെ, നമ്മുടെ മുമ്പിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് തീർന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അതായത് ചിലപ്പോൾ ഒരു കുട്ടിയുടെ റാങ്ക് ഒരു നോർമൽ എക്സാം ആണെങ്കിൽ, ചിലപ്പോൾ കമ്പനി ബോർഡ് ഒന്നും പറയുന്നില്ല, നോർമൽ എക്സാം ആണെങ്കിൽ ചിലപ്പോൾ 300 ആയിരിക്കാം, 400 ആയിരിക്കാം, 500 ആയിരിക്കാം. 290 വെച്ച് റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നിട്ടുണ്ട്. 390 വെച്ചോ 399 വെച്ചോ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നിട്ടുണ്ട്. അവന്റെ റാങ്ക് 400 ആയിരിക്കും. ഒരു റാങ്കും കൂടെ അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ സെലക്ഷൻ കിട്ടിപ്പോവാന്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ പ്രിലിംസ് പരീക്ഷ നിങ്ങളിപ്പോ 70 മേടിച്ചാലും 80 മേടിച്ചാലും 90 മേടിച്ചാലും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്. ഇറ്റ്സ് എ ക്വാളിഫയിങ് എക്സാം. അപ്പോൾ മെയിൻസ് അങ്ങനെയല്ല, ഗെയിം ചേഞ്ചറാണ്. ഓരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ 30 ദിവസം കളയരുത്. എങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങളെക്കാളും 33% എഫിഷ്യൻസി ഉള്ളവനായിട്ട് മാറും. സോ തുടങ്ങിക്കോ. 90 ദിവസം മാറ്റിവെച്ചോ, 90 ദിവസം പക്ക മാറ്റിവെച്ചോ, 90 ദിവസം സെറ്റായിട്ട് മാറ്റിവെച്ചോ. ഈ 90 ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സാമിനല്ല. ഇവിടെ സിലബസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഒരേ സിലബസ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മാറും. പുതിയ സിലബസ് എന്തായാലും വരും. കാര്യം പഴയ സിലബസിനകത്ത് IPC വെച്ചാണ് വരുന്നത്. IPC മാറിയേ പറ്റത്തുള്ളൂ, BNS ആയി. അപ്പൊ ഇവിടെ ഒരു 5 മാർക്കിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ഇവിടെ 13 മാർക്കിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും സിലബസിനകത്തില്ല. സോ 90 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 90 ദിവസം എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? മക്കളെ, കറണ്ട് അഫേഴ്സ് 15 മാർക്കാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 15 മാർക്കാ കറണ്ട് അഫേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. ഒന്ന് ആലോചിച്ച് നോക്കി. ഗെയിം ചേഞ്ചറാണ് കറണ്ട് അഫേഴ്സ്. സ്പെഷ്യൽ ടോപ്പിക് ഗെയിം ചേഞ്ചറാണ്, കറണ്ട് അഫേഴ്സ് ഗെയിം ചേഞ്ചറാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഫസ്റ്റ് മൊത്തം പഠിച്ചു തീർക്കുക. കറണ്ട് അഫേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഹോട്ട് ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, ലിറ്റററി അവാർഡ്സ്, ഒളിമ്പിക്സ്, അതേപോലെ തന്നെ IPL, T20, ദെൻ ISL, ഇന്ത്യയുടെ മിലിറ്ററി എക്സസൈസ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ കേരള, സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, ദെൻ ഫിനാൻഷ്യൽ പോളിസീസ്, ബാങ്ക് റേറ്റ്സ്, ദെൻ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അതേപോലെ ഹോട്ട് ടോപ്പിക്സ് ഒരു പ്രധാനപ്പെട്ട ഒരു 15 ഹോട്ട് ടോപ്പിക്സ് വേണം. ഈ ഹോട്ട് ടോപ്പിക്സ് ഫുള്ള് ഫസ്റ്റ് പഠിക്കാം. എല്ലാ ദിവസവും 20 ക്വസ്റ്റ്യൻസോ 25 ക്വസ്റ്റ്യൻസോ വെച്ച് കറണ്ട് അഫേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇതാണ് സ്ട്രാറ്റജി. 15 മാർക്കിൽ നമുക്കൊരു 12 മാർക്ക് മിനിമം നമുക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 13 മാർക്കും 5 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. കുത്തിയിരുന്ന് പഠിച്ചോ. ഇനി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നിങ്ങൾ പ്രിലിംസ് പഠിച്ച ആൾക്കാരാണ്. പഠിക്കാത്തുണ്ടെങ്കിൽ മാത്രം ആ ടോപ്പിക്ക് പഠിച്ചാൽ മതി. അവിടെ എല്ലാ ദിവസവും നിങ്ങളൊരു മോക്ക് എടുക്കാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് എല്ലാ ദിവസവും ഒരു മോക്ക് എടുക്കുക. സ്പീഡ് കൂട്ടാൻ പറ്റും. സ്ട്രോങ് ഏരിയ, വീക്ക് ഏരിയ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് മസ്റ്റ് ആയിട്ട് ചെയ്തോ. ഇനി ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി, ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ്, അവിടെ അറിയാത്ത ടോപ്പിക്കുകൾ മൊത്തം പഠിച്ചോ. അതൊക്കെ ഗെയിം ചേഞ്ചേഴ്സ് ആണ്. ലൈഫ് സയൻസ് ആണെങ്കിൽ 1-ന് 6 മാർക്കും 1-ന് 3 മാർക്കുമാണ്. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി ആണെങ്കിൽ 3 മാർക്ക് വെച്ച് വരും. സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ ടോപ്പിക്കിലും ഇപ്പോൾ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ എക്കണോമിക്സ്, ഇതൊക്കെ നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ്. അപ്പൊ പുതുതായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ, നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ടോപ്പിക്കാണ് റിവൈസ് ആവുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു,
നിങ്ങൾ അത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ടോപ്പിക്കാണ് റിവൈസ് ആവുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്തോ. എന്താണ് സ്ട്രാറ്റജി? എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുക, 1-2 ടോപ്പിക്ക് പഠിക്കുക, എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുക, ദെൻ സ്റ്റഡി, എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുക, ഒരു 4 ടോപ്പിക്കുകൾക്ക് റിവിഷൻ, കണ്ടിന്യൂസ്ലി റിവിഷൻ കൊടുക്കുക. റിവിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പഠിക്കുന്ന അതേ സമയം റിവിഷൻ കൊടുക്കരുത്. ഒരു ടോപ്പിക്കിന് മാക്സിമം അരമണിക്കൂറെ കൊടുക്കുക, ഓടിച്ച് വായിച്ച് പോകുക. അത് കാര്യം വീണ്ടും വീണ്ടും നിങ്ങളത് വായിക്കുന്നുണ്ട്. സോ അത്രയും മതി, നിങ്ങൾക്കത് പറ്റും. ഓക്കെ, അപ്പോൾ റിവിഷൻ ഒരു 3-4 ടോപ്പിക്ക് റിവിഷൻ കൊടുക്കാം. എല്ലാ ദിവസവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാ ദിവസവും ഒരു മോക്ക് എടുക്കാം. എല്ലാ ദിവസവും മോക്ക് എടുക്കാം, മോക്ക് എക്സാം എടുക്കാം. സ്പീഡ് കൂട്ടാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് അറിയാൻ പറ്റും, ഇംഗ്ലീഷ് മാത്സ് മലയാളമൊക്കെ സെറ്റ് ആക്കാൻ പറ്റും, വൊക്കാബ് സ്ട്രോങ് ആകാൻ പറ്റും, സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ എല്ലാം അറിയാൻ പറ്റും. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്തോ. എല്ലാ ദിവസവും പുതുതായിട്ട് പഠിക്കുന്നു, എല്ലാ ദിവസവും റിവിഷൻ കൊടുക്കുന്നു, എല്ലാ ദിവസവും മോക്ക് എക്സാം എടുക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, മെന്റലി സ്ട്രോങ് ആവുന്നു. മെന്റലി നിങ്ങൾ സ്ട്രോങ് ആവുന്നു മക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, സിംപ്ലി ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് കണ്ണടച്ച് ഒരു ക്ഷേത്രം മനസ്സിൽ കൊണ്ടുവരിക, ഒരു പള്ളി മനസ്സിൽ കൊണ്ടുവരിക, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്കിപ്പോൾ മനസ്സിനകത്ത് ഒരു സമാധാനം കിട്ടുന്നില്ലേ? ഒരു സന്തോഷം കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് വരുന്നില്ലേ? ഇനി നിങ്ങൾ വെറുക്കുന്ന ഒരാളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മനസ്സിപ്പോൾ ഡള്ളായില്ലേ? യെസ്, മനസ്സാണല്ല നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, സ്ട്രോങ് ആക്കുന്നത്, വീക്ക് ആക്കുന്നത് എല്ലാം നമ്മുടെ മനസ്സാണ്. സോ മെന്റലി എപ്പോഴും ഹൈ ആയിരിക്കാം. എല്ലാ ദിവസവും രാവിലെ എണീക്കാം, എന്നിട്ടൊരു 15 തവണ പറയുക, ഐ എം സ്റ്റഡിങ് വെൽ. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതൊരു 15 തവണ പറയുക. അത് നമ്മുടെ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആണ്, യു ആർ ഡൂയിങ് ഗുഡ്, യു ആർ ഡൂയിങ് വെൽ. അതിനുശേഷം ബ്രെയിൻ ഇത് വിശ്വസിക്കണമെങ്കിൽ പ്രൂഫ് വേണം. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ എന്താണോ ഇന്ന് ചെയ്തത്, ഏത് ടോപ്പിക്കാണോ പഠിച്ചത്, ആ ടോപ്പിക്ക് എഴുതിയിടുക. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് നോക്കി, ഫിസിക്സിലെ ഈ ടോപ്പിക്ക് പഠിച്ചു, സ്പെഷ്യൽ ടോപ്പിക്കിലെ മെക്കാളെ മിനിറ്റ്സ് നോക്കി, ദെൻ ചാപ്റ്റർ ആയിട്ട് 1830 നോക്കി. അപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുകളൊന്ന് എഴുതിയിടുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കാണുമ്പോൾ യെസ് യു ആർ സ്റ്റഡിങ് വെൽ, നിങ്ങളത് പറയുന്നുണ്ട്, യെസ് ഞാനതിൻ്റെ പ്രൂഫും കാണുന്നുണ്ട്. മക്കളെ 10 ദിവസം ഇങ്ങനെ ചെയ്തു നോക്കും. 10 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ മെന്റലി ഹൈ ആവും, ഏറ്റവും നന്നായിട്ട് പഠിക്കും. ബാക്കി പണിയൊക്കെ ബ്രെയിൻ പോയി എടുത്തോളും. അതായത് ബ്രെയിന് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പ്രൂഫും കാണുന്നുണ്ട്. ബാക്കി നിങ്ങളെ സക്സസ് ആക്കേണ്ട ചുമതല അവൻ നോക്കിക്കോളും, ബ്രെയിൻ നോക്കിക്കോളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ലൈഫ് മാറും. ഞാനാ പറയുന്നത് ഉറപ്പായിട്ട് മാറിയിരിക്കും. സോ 90 ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട മക്കളെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സയൻസ് നോക്കുന്ന ആൾക്കാരുണ്ട്, കാറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ നോക്കുക. പക്ഷെ ഒരു ജോലിയാണ് അത്യാവശ്യം എന്ന് പറയുന്ന ഒരു കുട്ടിക്ക്, അവൻ ഈ കമ്പനി ബോർഡ് ഓഫ് നോട്ടിഫിക്കേഷൻ ചെറിയൊരു സാധനമല്ല. മീൻസ് 4000-ഓളം നിയമനങ്ങൾ അവിടെ നടക്കും. ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കൂടെ ചേർത്തെടുത്താൽ ഇവൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് 600 അഡ്വൈസ് പോകും. ദെൻ സബ് ഇൻസ്പെക്ടർ ഒരു 75-90 അഡ്വൈസ് പോകും. അസിസ്റ്റന്റ് ജയിലർ ഒരു 50 അഡ്വൈസ് പ്രതീക്ഷിക്കാം. എക്സൈസ് ഇൻസ്പെക്ടർ ഒരു 50 അഡ്വൈസ് പ്രതീക്ഷിക്കാം. ദെൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒരു 25 അഡ്വൈസ് പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഒരു 25 അഡ്വൈസ് പ്രതീക്ഷിക്കാം. അതേപോലെ വേറെ ഏതുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു 250-300 അഡ്വൈസ് പ്രതീക്ഷിക്കാം. പിന്നെ ഏത് ഡിഗ്രിയിലുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഒരു 150 അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 120-150 അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. KAS ഒരു 30 അഡ്വൈസ് പ്രതീക്ഷിക്കാം. മക്കളെ ഇതെല്ലാം കൂടെ ചേർത്തെടുത്താൽ ദ തിങ് ഈസ് ഹിയർ, ദ കോമഡി ഈസ് ഹിയർ. എല്ലാം കൂടെ ചേർത്തെടുത്താൽ മാക്സിമം നടക്കാൻ പോകുന്ന നമ്പർ എത്രയെന്നറിയാമോ? 1500. എല്ലാ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ മാക്സിമം കാണാൻ പോകുന്ന നമ്പർ 1500. അവിടെയാണ് 4000 is greater than 1500. So, see the possibility. ഈ അവസരം മിസ്സാക്കിയാൽ ഏത് എളുപ്പമുള്ള എക്സാം ക്രാക്ക് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്? സോ ചാൻസുകളായിരുന്നു. ഇനി ഒരു കുട്ടി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ മിസ്സാക്കിയാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. യു മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, ദെൻ വാട്ട്സ് നെക്സ്റ്റ്? നോക്കാം, ഇപ്പോ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 2026 നോട്ടിഫിക്കേഷൻ വരുന്നു. 2027 അതിന്റെ എക്സാം നടക്കുന്നു. 2028 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു.
ആ റാങ്ക് ലിസ്റ്റിന് 2031 വരെ കാലാവധിയുണ്ട്. എത്ര അഡ്വൈസേ പോകത്തുള്ളൂ? 150 മാക്സിമം. അടുത്ത് സബ് ഇൻസ്പെക്ടറുടെയൊക്കെയാണ് ഒരു 75 അഡ്വൈസ്. ഇതൊക്കെ 2028 മുതൽ 2031 വരെ നിയമനം നടക്കത്തുള്ളൂ. വേക്കൻസി നോക്കുക. അടുത്ത 2029 2028 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നു. 27 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നു. 28 എക്സാം നടക്കുന്നു. 29 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റ് 2032 വരെ കാലാവധിയുണ്ട്. വേക്കൻസി എത്രയാ? ഒരു 600 വേക്കൻസി മാക്സിമം പോകും. ഈ പരീക്ഷയ്ക്ക് കോമ്പീറ്റ് ചെയ്യണോ അതോ ഇപ്പോൾ ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കാതിരിക്കണോ? ജസ്റ്റ് യു തിങ്ക് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആ പോസിബിലിറ്റി മനസ്സിലാവും. മറ്റത് മര്യാദയ്ക്ക് പഠിച്ച 2027 ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് സർവീസിൽ കയറാം. പക്ഷെ ഇവിടെ വേക്കൻസി കുറവാണ്. 2028 29 വരെയൊക്കെ കാത്തിരിക്കണം. കളയാൻ പറ്റിയ വർഷങ്ങൾ ഇല്ല. മര്യാദയ്ക്ക് പഠിച്ചോ, ഒന്നും ആലോചിക്കേണ്ട, പഠിച്ചോ. 90 ദിവസം മാറ്റി വെച്ചോ, സെറ്റായിട്ട് പഠിച്ചോ, ലൈഫ് മാറും. ഉറപ്പായിട്ട് ലൈഫ് മാറും. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ഇനി നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കുക. അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മെയിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8281223366. എപ്പോഴും ഇപ്പോൾ ബിസി ആയിരിക്കും, ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ആപ്പിൽ കയറി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് പഠിച്ചോ. ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അല്ല ഇന്നലെ രാത്രി, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്തോ. ഒരു ടീം നിങ്ങളുടെ എഫേർട്ട് പകുതി എടുക്കാൻ കൂടെയുണ്ട്. ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഉറപ്പ് തരാം, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. എല്ലാ ദിവസവും 5 മണിക്കൂർ മാറ്റി വെച്ച 2027 ഏപ്രിൽ മാസം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റും, പറയുന്ന സൂപ്പർ നോട്ട്സ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. ക്ലാസ്സിൽ കാണാം. താങ്ക് യു.